അപ്പോൾ ഐന്റെ ഫിഗർ നമ്മൾ വരയ്ക്കുക ലേബൽ ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. ഐന്റെ 3 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഔട്ടർ സ്ക്ലീറ, മിഡിൽ കൊറോയിഡ്, ഇന്നർ റെറ്റിന. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സ്ക്ലീറ പറയുന്ന ഏറ്റവും ഔട്ടർ ലെയർ കണ്ണിന് ഉറപ്പും അതേപോലെ സംരക്ഷണവും നൽകുന്നു. പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. അടുത്തത് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. അത് ഇന്നർ ലെയർ ആയിട്ടുള്ള റെറ്റിനയ്ക്ക് പോഷകവും ഓക്സിജനും നൽകുന്നു. അതിനോടൊപ്പം അവിടെ ഊഷ്മാവ് ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇന്നർ ഇയർ പറയുകയാണെങ്കിൽ അവിടെയാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉള്ളത്, അതായത് പ്രകാശഗ്രാഹി കോശങ്ങൾ ഈ ഇമേജും ഫോം ചെയ്യുന്നത്, അതായത് പ്രതിബിംബം രൂപപ്പെടുകയും ചെയ്യുന്നത് ഈ ഇന്നർ ലെയറിലാണ്. അപ്പോൾ ഓരോ ലെയറിനോട് അനുബന്ധിച്ചിട്ടുള്ള ഓരോ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലീറ എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ ലെയർ ആണ് അല്ലെ. അപ്പൊ ഈ ഔട്ടർ ലെയർ മുന്നോട്ട് എത്തുമ്പോൾ ഉന്തിയ ഒരു ഭാഗം ഫോം ചെയ്യുന്നുണ്ട്, അതിന്റെ പേരാണ് കോർണിയ. ഇനി നടുവിലുള്ള ലെയർ ആണ് കൊറോയിഡ്. അത് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്, അതാണ് സിലിയറി മസിൽ. ഈ സിലിയറി മസിലിന്റെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് കുറച്ച് ലിഗമെന്റ്സ് വരുന്നുണ്ട്. ഈ ലിഗമെന്റ്സ് ആണ് ഈ കോൺവെക്സ് ലെൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ഇവിടെ ഈ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഈ സിലിയറി മസിൽ ഉണ്ട്, അതേപോലെ ഈ സിലിയറി മസിലിന് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് മുന്നോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് ഐറിസ്. ഈ കൊറോയിഡ് ലെയർ ആയിട്ട് ബന്ധപ്പെട്ട് സിലിയറി മസിൽസ്, ഐറിസ്, കോൺവെക്സ് ലെൻസ്, ലിഗമെന്റ്സ്. ഇനി ഏറ്റവും ഇന്നർ ലെയർ ആണ് ഈ യെല്ലോ കളറിൽ കാണുന്ന റെറ്റിന. ഈ റെറ്റിനയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത്. ഏറ്റവും അധികം പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ള സ്ഥലത്തിനാണ് നമ്മൾ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുല എന്ന് പറയുന്നത്. അതേപോലെ റെറ്റിനയിൽ തീരെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്, അതിനാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒപ്റ്റിക് നെർവ് എമേർജ് ചെയ്യുന്നത്. ഈ റെറ്റിനയിലാണ് നമുക്ക് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉള്ളത്, അതേപോലെ അവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്, അതായത് പ്രതിബിംബം രൂപപ്പെടുന്നതും എവിടെയാണ്? ഈ റെറ്റിനയിലാണ്. നമുക്ക് 2 ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണുള്ളത്, ഒന്ന് റോഡ് സെൽസും ഒന്ന് കോൺ സെൽസും. അപ്പൊ ഇതൊരു ഫോട്ടോ റിസപ്റ്റർ ലെയർ ആണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ റോഡ് സെൽസ് അല്ലെങ്കിൽ കോൺ സെൽസ് ഉണ്ടാകാം. അതിന് മുന്നിലാണ് ബൈപോളാർ ലെയർ, അതിന്റെയും മുന്നിലാണ് ഗാംഗ്ലിയോൺ ലെയർ ഉള്ളത്. ഇങ്ങനെ 3 ലെയർ ആയിട്ടാണ് റെറ്റിന കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഇമേജ് ഇങ്ങനെ വരികയാണെങ്കിൽ ആദ്യം ഫോട്ടോ റിസപ്റ്റർ സെൽസിൽ തട്ടുമ്പോൾ ഇമ്പൾസസ് ഉണ്ടാകുന്നു, ആവേഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് തിരിച്ച് ബൈപോളാർ ലെയറിലേക്കും പിന്നെ അത് കഴിഞ്ഞ് ഗാംഗ്ലിയോർ ലെയറിലേക്കും പാസ് ചെയ്യുന്നു. ഡിം ലൈറ്റ്സിലുള്ള ഒബ്ജക്ട്സ്, അതേപോലെ ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ റോഡ് സെൽസ് ആണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പിന്നെ ഇന്റൻസ് ലൈറ്റ് വിഷൻ അല്ലെങ്കിൽ കളർ വിഷൻ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കോൺ സെൽസ് ആണ്. ഈ ബൈപോളാർ ലെയറിന് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ഒന്ന് ഓൺ ബൈപോളാർ സെൽസും പിന്നെ ഒന്ന് ഓഫ് ബൈപോളാർ സെൽസും. അപ്പം റെറ്റിനയ്ക്ക് 3 ലെയർ ആണുള്ളത്, ഒന്ന് ഫോട്ടോ റിസപ്റ്റർ സെല്ലിന്റെ ലെയർ, പിന്നെ അതിന് മുന്നിൽ ബൈപോളാർ ലെയർ, പിന്നെ അതിന് മുന്നിലായിട്ട് ഗാംഗ്ലിയോൺ ലെയർ. ഫോട്ടോ റിസപ്റ്റർ സെൽ എന്താ ചെയ്യുക? റോഡ് സെൽസ് എന്ത് ചെയ്യും? ഡിം ലൈറ്റിൽ വർക്ക് ചെയ്യുന്നു, അതേപോലെ കോൺ സെൽസ് ബ്രൈറ്റ് ലൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ബൈപോളാർ സെൽ എന്താ ചെയ്യുക? ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ഗാംഗ്ലിയോൺ സെൽസ്, ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസസ് ഫ്രം ഫോട്ടോ റിസപ്റ്റർ ടു ഗാംഗ്ലിയോൺ സെൽസ്. അതാണ് ബൈപോളാർ ലെയർ ചെയ്യുന്നത്. ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്താ ചെയ്യുന്നത്? ഈ ബൈപോളാർ ലെയറിന് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഒപ്റ്റിക് നെർവിലേക്ക് കൊടുക്കും. അതാണ് ഗാംഗ്ലിയോൺ ലെയറിന്റെ ഫംഗ്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.